മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശിവരാത്രി ആഘോഷങ്ങൾക്കായി ഭക്തജനങ്ങളെ വരവേറ്റ് ആലുവ മണപ്പുറം. വ്രതം നോറ്റ് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി പുലർച്ചയോടെ ബലിതർപ്പണം നടത്തി മടങ്ങിപ്പോകണമെന്നാണ് വിശ്വാസം. കഴിഞ്ഞ 2 വർഷങ്ങളിൽ കോവിഡിനെ തുടർന്ന് നിയന്ത്രണങ്ങളോടെയായിരുന്നു ബലിതർപ്പണം നടത്തിയിരുന്നത്. മണപ്പുറത്ത് ശിവരാത്രി നാളിൽ രാത്രി തങ്ങാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. അതിനാൽ തിരക്കും കുറഞ്ഞു. എന്നാൽ ഇത്തവണ നിയന്ത്രണങ്ങളില്ലാത്തതിനാൽ പതിവിലും കൂടുതൽ പേരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 12 മണി മുതൽ ഔദ്യോഗികമായി ബലിതർപ്പണം ആരംഭിക്കും. അമാവാസി അവസാനിക്കുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണി വരെ ബലിതർപ്പണം നടത്താം. ശിവരാത്രി നടത്തിപ്പിനായി ദേവസ്വം ബോർഡും ആലുവ നഗരസഭയും വിവിധ സർക്കാർ വകുപ്പുകളും ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. 116 ബലിത്തറകളാണ് ദേവസ്വം ബോർഡ് പെരിയാറിന്റെ തീരത്ത് ലേലം ചെയ്ത് നൽകിയിരിക്കുന്നത്. 75 രൂപയാണ് ബലിതർപ്പണത്തിനുള്ള നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. ശിവരാത്രി നാളിൽ മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തന്ത്രി മുല്ലേപ്പള്ളി ശങ്കരൻ നമ്പൂതിരി നേതൃത്വം നൽകും. ഈ പ്രാവശ്യം ശിവരാത്രി ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന വലിയ കമ്പനികളുടെ താൽപര്യപത്രം ക്ഷണിക്കുകയും അതിന് ബാംഗ്ലൂര് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൺ വേൾഡ് റിസോർട്ട്സ് എന്ന കമ്പനി അതിൽ നല്ല റേറ്റിൽ തന്നെ അത് കോട്ട് ചെയ്യുകയും അവർക്ക് ഇത് വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ നഗരസഭയുടെ പൂർണ്ണ നിയന്ത്രണത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി തന്നെയാണ് ശിവരാത്രി നടത്തേണ്ടതെന്നുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. ശിവരാത്രി നാളിൽ മണപ്പുറത്തെത്തുന്നവർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് ദേവസ്വം ബോർഡ് സൗജന്യ അന്നദാനം ഒരുക്കും. 3 നേരവും ഭക്ഷണമുണ്ടാകും. 13 ഇടങ്ങളിൽ കൂറ്റൻ ജലസംഭരണി സ്ഥാപിച്ച് കുടിവെള്ള വിതരണം നടത്തും. സൗജന്യ ചുക്കുകാപ്പി വിതരണവും ഉണ്ടാകും. 210 പ്രത്യേക സർവീസുകൾ മണപ്പുറത്തേക്ക് KSRTC നടത്തും. സ്വകാര്യ ബസ്സുകൾക്ക് സ്പെഷ്യൽ പെർമിറ്റ് നൽകും. ആലുവയിലേക്ക് പ്രത്യേക തീവണ്ടി റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി മെട്രോ അധിക സമയം സർവീസ് നടത്തുവാനും തീരുമാനിച്ചു. പുഴയ്ക്കക്കരെ ശ്രീനാരായണഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടക്കും. ഒരേ സമയം 2000 പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സെക്രട്ടറി ധർമ്മചൈതന്യ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.